ഗുഡ് മോർണിംഗ് മക്കളെ. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് ശുഭാരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അടിപൊളി ദിവസമാകട്ടെ മക്കളെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റട്ടെ. സൂപ്പർ നോട്ട്സിനോടൊപ്പം നമ്മുടെ ഈ 5 AM ക്ലബിന്റെ ലക്ഷ്യം തന്നെ അതാണ്. നിങ്ങൾക്ക് പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങളെ ഉണർത്തുക, നിങ്ങളെ ഒരു എനർജറ്റിക് ആയിട്ട് പഠിപ്പിച്ച് 2025 സൂപ്പർ നോട്ട്സിനോടൊപ്പം ജോലിയിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ എല്ലാ പിന്തുണയും എഫോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓർക്കുക, നമ്മുടെ മാരത്തൺ, സൂപ്പർ മാരത്തൺ വരാൻ പോവുകയാണ്. 10th പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി മാരത്തൺ, 20 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, രാവിലെ 4 മണി മുതൽ 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി മാരത്തൺ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിക്കോളൂ, ഒരു മാമാങ്കത്തിന് തയ്യാറായിക്കോളൂ. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരായിക്കോട്ടെ, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് റിവിഷൻ കിട്ടാൻ പോവുകയാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിലോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ അറിയിക്കുക, പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരെ കൂടെ അറിയിക്കുക. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ അടിപൊളി മാരത്തൺ ആയിരിക്കും. അത് ഡിസംബർ മാസം 26-ാം തീയതി രാവിലെ 4 മണി മുതൽ രാത്രി 12 മണി വരെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാവരെയും ആ മാരത്തണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ശുഭാരംഭത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ LSGI എക്സാം 2024 നടന്ന 155/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിലുള്ള ഒരു മക്കളെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അതായത് LM സുംഗി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട്, അതായത് പഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, അതായത് അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. താഴെ പറയുന്ന കമ്മിറ്റികളെ കാലക്രമത്തിൽ ക്രമീകരിക്കുക അല്ലേ? കാലക്രമം എന്ന് പറയുമ്പോൾ ആദ്യം വന്നതിൽ നിന്ന് പിന്നിലോട്ട് എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, LM സുംഗി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ഇതിൻ്റെ ഓർഡർ എന്താണ്? അതായത് ആദ്യം വന്നത് തുടങ്ങി പിന്നോട്ടുള്ള ഓർഡർ എന്താണെന്നാണ് പഠിക്കേണ്ടത്. ശരി, നമുക്ക് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഉത്തരം D ആണ്. അതായത് 1 ബൽവന്ത് റായി മേത്ത കമ്മിറ്റിയാണ് ആദ്യം വന്നത്, അതിനുശേഷം അശോക് മേത്ത കമ്മിറ്റി, അതിനുശേഷം LM സുംഗി കമ്മിറ്റി. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ കണ്ടന്റ് പഠിക്കാം. ഇത് എവിടെ നിന്നാണ് വരിക അല്ലെ? ഇതിൻ്റെ സോഴ്സ് എന്താണ്? നമ്മളിത് എവിടെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മക്കളെ, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാനത് നേരത്തെ ഒരു 5 AM ക്ലബിൻ്റെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ആ ടെക്സ്റ്റ് ബുക്കിനകത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനോഹരമായിട്ട് ഈ പോർഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ PSC പഠനം എങ്ങോട്ട് മാറേണ്ടതാണ്. അതായത് PSC മാറിയിട്ടുണ്ട്. PSC ഇപ്പോൾ ചോദിക്കുന്ന ഒരു UPSC നിലവാരത്തിലേക്കാണ്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അതായത് SCERT നമ്മൾ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. NCERT പഠിക്കണം, നോ ഡൗട്ട്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. വെബ്സൈറ്റുകൾ പഠിക്കണം. അതിനോടൊപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം ടെക്സ്റ്റ് ബുക്കുകളിൽ ഏറ്റവും, അതായത് സബ്ജക്റ്റുകളിൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ നിന്നുള്ള ചില പോയിന്റുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിലാദ്യത്തേത് ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. 1957 ജനുവരിയിലാണ് എന്ത് വന്നിട്ടുള്ളത്? ബൽവന്ത് റായി മേത്ത കമ്മിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ബൽവന്ത് റായി മേത്ത കമ്മിറ്റിയുടെ വർഷം എന്താണ്? 1957. ഓക്കെ, 1957 എന്ത് വരുന്നത്? ബൽവന്ത് റായി മേത്ത കമ്മിറ്റി വരുന്നത്. നോക്കിയേ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് 1952. നമ്മൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP എന്ന് പറയാം. ദെൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അല്ലെ, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് NES 1953. ഇത് രണ്ടും നമുക്ക് സുപരിചിതമാണ്. എവിടുന്ന് കിട്ടും? ഇത് രണ്ടും പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് കിട്ടും. ഈ രണ്ട് പ്രോഗ്രാമുകളും യും പ്രവർത്തനം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ട നടപടികൾ നിർദ്ദേശിക്കുവാനുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. ബൽവന്ത് റായി മേത്ത കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ഇത് രണ്ടിനെയും ഒന്ന് ബാക്കപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് രണ്ടിനെയും ഒന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബൽവന്ത് റായ് ജി മേത്ത എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി 1957 നവംബറിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആർക്ക്?
നമ്മുടെ ജനാധിപത്യ വികേന്ദ്രീകരണം ആണ് നടപ്പിലാക്കേണ്ടത്, അല്ലെ ജനാധിപത്യ വികേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തൊരു കമ്മിറ്റിയാണ് ഇത്. അതായത് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഒരു ആശയം വേണമെന്ന് ആദ്യമായിട്ട് പറയുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിലൂടെയാണ്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അന്നത്തെ ഗവൺമെന്റിനോട് പറയുകയാണ്, നമുക്കിവിടെ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വേണം, ഒരു ജനാധിപത്യ വികേന്ദ്രീകരണം നടക്കണം, ജനങ്ങളുടെ കയ്യിലേക്ക് താഴെ തട്ടിലേക്ക് എന്ത് പോകണം, താഴെ തട്ടിലേക്ക് ഈ അധികാരം വികേന്ദ്രീകരിച്ച് പോണമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അദ്ദേഹം വന്നു. അത് ത്രിതല സംവിധാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ത്രിതല പഞ്ചായത്തി സംവിധാനം, 3 ടയർ സിസ്റ്റം ആയിരുന്നു ബൽവന്ത് റായ് ജി മേത്ത നിർദ്ദേശം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ചത് എന്താണ്? അത് ത്രിതല 3 ടയർ സിസ്റ്റം ആയിരുന്നു. അതായത് ഗ്രാമതലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി വേണം, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത് വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഓക്കെ, നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണം. അപ്പൊ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയവും ബൽവന്ത് റായ് ജി മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 ടയർ സിസ്റ്റം, അതേപോലെ തന്നെ നേരിട്ടുള്ള ഡയറക്റ്റ് ഇലക്ഷൻ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി പഞ്ചായത്ത് സമിതി ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. പഞ്ചായത്ത് സമിതി എന്തായിരിക്കണം? ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. ജില്ലാ പരിഷത്ത് ഒരു ഉപദേശക ഏകോപന മേൽനോട്ട സമിതി ആയിരിക്കണമെന്നും പറഞ്ഞു. അപ്പം എക്സിക്യൂട്ടീവ് ഏതാണ്? പഞ്ചായത്ത് സമിതി വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജില്ലാ പരിഷത്ത് ഉപദേശക ഏകോപന മേൽനോട്ട മോണിറ്റർ ചെയ്യുന്ന ഒരു സമിതി ആയിരിക്കണം. ജില്ലാ കളക്ടറാണ് ഈ ജില്ലാ പരിഷത്തിന്റെ ചെയർമാനായിട്ട് വരേണ്ടത്. അപ്പൊ ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ആരായിരിക്കണം? ജില്ലാ കളക്ടർ ആയിരിക്കണം. അങ്ങനെ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് എവിടെ വന്നു? രാജസ്ഥാനിൽ വന്നു. 1959 ഒക്ടോബർ മാസം 2000 നാഗൂർ ജില്ലയിൽ, കേട്ടോ, നാഗൂർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ പദ്ധതി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ 1959 ഒക്ടോബർ മാസം 2 നാഗൂർ ജില്ലയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം വന്നത് നമ്മുടെ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. അങ്ങനെ രാജസ്ഥാന് പിന്നാലെ ആന്ധ്രാപ്രദേശിൽ 1959 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ആദ്യം വന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ല. 1959 ഒക്ടോബർ മാസം 2 ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെയാണ്. അങ്ങനെയാണ് നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി മറ്റൊരു കമ്മിറ്റിയാണ് PK തുംഗൻ കമ്മിറ്റി. എന്നാ PK തുംഗൻ കമ്മിറ്റി 1988 അത് PK തുംഗൻ കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിന്റെ കൂടിയാലോചനാ സമിതിയുടെ ഒരു ഉപസമിതി രൂപീകരിച്ചു. അങ്ങനെ പാർലമെന്റ് രൂപീകരിച്ച് ഒരു ഉപസമിതിയായിട്ടാണ് എന്ത് വരുന്നത്? PK തുംഗൻ കമ്മിറ്റി വരുന്നത്. 1988 വന്നത്. ജില്ലാ ആസൂത്രണത്തിനായിട്ട് ജില്ലയിൽ രാഷ്ട്രീയ ഭരണഘടന പരിശോധിക്കുവാനായിട്ടാണ് തുംഗൻ കമ്മിറ്റി വന്നത്. ഇനി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഒരു ഭരണഘടനാപരമായ അംഗീകാരം കിട്ടണമെന്ന് PK തുംഗൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ PK തുംഗൻ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ആർക്ക് കൊടുക്കണം? നമ്മുടെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി PK തുംഗൻ കമ്മിറ്റി ഓർത്തു വെക്കണം. ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾക്കുള്ള പഞ്ചായത്തി രാജിന്റെ ഒരു ത്രിതല സംവിധാനം തന്നെയാണ് PK തുംഗൻ കമ്മിറ്റിയും നിർദ്ദേശിച്ചത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ കേന്ദ്രമാകേണ്ടത് ജില്ലാ പരിഷത്താണെന്ന് ആര് പറഞ്ഞു? PK തുംഗൻ കമ്മിറ്റി. PK തുംഗൻ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായിരുന്നു ജില്ലാ പരിഷത്തിന് ഒരു സെൻട്രലൈസ്ഡ് പദവി, ഒരു കേന്ദ്രമായിട്ട് മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ജില്ലയിലെ ആസൂത്രണ വികസന ഏജൻസി ആയിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം ജില്ലയിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തേണ്ട, എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്, എന്തൊക്കെ പ്ലാനുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന്റെ ഒരു ആസൂത്രണ വികസന ഏജൻസി ആയിട്ട് ആര് പ്രവർത്തിക്കേണ്ടതുണ്ട്? ഈ പറയുന്ന PK തുംഗൻ കമ്മിറ്റി പ്രവർത്തിക്കേണ്ടതുണ്ട്. PK തുംഗൻ കമ്മിറ്റി പറഞ്ഞു പഞ്ചായത്തി രാജ് സമിതി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞു. 5 വർഷം കൂടുമ്പോൾ ഒരു ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 വർഷത്തെ കാലാവധിയിലേക്കാണ് ഒരു പഞ്ചായത്ത് സമിതി വരേണ്ടത് എന്ന് PK തുംഗൻ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പരിഷത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജില്ലാ കളക്ടർ ആയിരിക്കണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. അപ്പൊ ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരിക്കണമെന്ന് പറഞ്ഞു? നമ്മുടെ ജില്ലാ കളക്ടർ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് ഏകദേശം നമ്മുടെ അശോക് മേത്ത കമ്മിറ്റിയുമായിട്ട് താതാത്മ്യപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. മറ്റൊന്നാണ് അശോക് മേത്ത കമ്മിറ്റി, അതായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇത് ഞാൻ പറഞ്ഞത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായിട്ടൊരു താതാത്മ്യമുണ്ട്. അശോക് മേത്ത കമ്മിറ്റി 1977 ഡിസംബറിൽ അന്നത്തെ ഗവൺമെന്റ് ജനതാ ഗവൺമെന്റ് ആണ്, മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ്. ഈ ജനതാ ഗവൺമെന്റ് 1977 അശോക് മേത്തയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഒരു സമിതി എന്ത് ചെയ്തു? രൂപീകരിച്ചു. അപ്പം അശോക് മേത്ത കമ്മിറ്റി രൂപീകരിച്ചത് അന്നത്തെ ജനതാ ഗവൺമെന്റ് ആണ്. 1977
സ്ഥാപിച്ചത്. 1978 അവരവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ രാജ്യത്ത് തകർച്ച നേരിടുന്ന സംവിധാനമായി പഞ്ചായത്ത് രാജ് സമിതി അവർ കണ്ടു. ആ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമായിട്ട് 132 ആ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളുടെ എണ്ണം 132 132 ശുപാർശകൾ അടങ്ങുന്ന ഒരു ശുപാർശകൾ അശോക് മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ചു. അതൊക്കെ നെറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ശുപാർശകളെല്ലാം അടങ്ങുന്ന PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാനായിട്ട് പറ്റും. 132 നിർദ്ദേശങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. 1978 റിപ്പോർട്ട് സമർപ്പിക്കുക. അങ്ങനെ പഞ്ചായത്ത് രാജ് എന്ന ത്രിതല സംവിധാനം നമുക്ക് വേണ്ട. ത്രിതല സംവിധാനം അശോക് മേത്ത കമ്മിറ്റിയാ പറഞ്ഞേ. അപ്പൊ ആ ത്രിതല സംവിധാനം വേണ്ട, പകരം ദ്വിതലം മതി, 2 തലം മതി എന്ന് പറഞ്ഞു. ജില്ലയിൽ ജില്ലാ പരിഷത്ത് വേണം. അതിന് താഴെ 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ അടങ്ങുന്ന മണ്ഡലം അല്ലേ എന്നടങ്ങുന്ന ഒരു പഞ്ചായത്തും മതി എന്നാണ് ആര് പറഞ്ഞത്? അശോക് മേത്ത കമ്മിറ്റി. അങ്ങനെ 2 തരത്തിൽ 2 ടയർ സിസ്റ്റമാണ് അശോക് മേത്ത കമ്മിറ്റി, 3 ടയർ സിസ്റ്റമാണ് ബൽവന്ത് റായ്ജി മേത്ത കമ്മിറ്റി പറഞ്ഞത്. സംസ്ഥാന തലത്തിൽ താഴെയുള്ള ജനകീയ മേൽനോട്ടത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തിലുള്ള ആദ്യത്തെ പോയിന്റ് ഒരു ജില്ലയായിരിക്കണം അല്ലെ. അധികാരം വികേന്ദ്രീകരണം നടത്തുന്നതിന്റെ ആദ്യ പോയിന്റ് അതൊരു ജില്ലയായിരിക്കണമെന്ന് അശോക് മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ചു. ജില്ലാതലത്തിൽ ആസൂത്രണത്തിന് ചുമതല ആർക്കായിരിക്കും? ജില്ലാ പരിഷത്തിന് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് ബോഡിക്കായിരിക്കണം എന്ന് കൂടി അശോക് മേത്ത കമ്മിറ്റി നിർദ്ദേശിച്ചു. ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ലക്ഷ്മിയാതി കിടക്കുന്ന പോയിന്റുകൾ, പ്രിസൈസ് പോയിന്റുകളാണ്. അശോക് മേത്ത കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ ഓർത്തു വെക്കണം, 2 ടയർ സിസ്റ്റമാണ് മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ജില്ലാ തലത്തിലെ ആസൂത്രണത്തിന്റെ ചുമതലയുള്ള ഒരു ബോഡി ഉണ്ടാവും, ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ടാവും. ജില്ലാ പരിഷത്തിന് ആ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് നയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. 132 ശുപാർശകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 1977 ജനതാ ഗവൺമെന്റ് നിയമിച്ചു. 78 എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കമ്മിറ്റിയുടെ ചില ശുപാർശകൾ കണക്കിലെടുത്ത് കർണാടക, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ എന്ത് വന്നു? പഞ്ചായത്തി രാജ് സംവിധാനം വന്നു എന്ന് ഓർത്തു വെക്കുക. അങ്ങനെ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കുവാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത നികുതി അധികാരം കൂടി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് നിർബന്ധിതമായി നികുതി പിരിക്കാൻ അധികാരം ആർക്ക് കൊടുക്കണം? പഞ്ചായത്തി രാജ് സമിതിക്ക് കൊടുക്കണം. അങ്ങനെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഒരു സമിതിയായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ഈ അശോക് മേത്ത കമ്മിറ്റി അറിയപ്പെടുന്നുണ്ട് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ സമിതി എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ സമിതിയായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? ഈ പറയുന്ന ദ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ ഇഷ്ടം പോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. മറ്റൊന്നാണ് LM സിംഗ്വി കമ്മിറ്റി. 1986 രാജീവ് ഗാന്ധി നിയമിച്ച കമ്മിറ്റിയാണ്. ബാക്കിയുള്ള കമ്മിറ്റികൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് അംഗീകാരം നൽകണം, സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞത് ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഭരണഘടനാപരമായ സ്ഥാപനമാക്കുക എന്നുള്ളതാണ്. ഒരു കൂട്ടം വില്ലേജുകൾക്കായി ന്യായ് പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ന്യായ് പഞ്ചായത്തുകൾ ഒരു കൂട്ടം വില്ലേജുകൾക്കായി. ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഗ്രാമങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാമങ്ങളെ പുനഃസംഘടിപ്പിക്കണം. വില്ലേജുകളുടെ കൂട്ടമായിട്ടൊരു ന്യായ് പഞ്ചായത്ത് ഉണ്ടാവണം. ഗ്രാമങ്ങളെ പുനഃസംഘടിപ്പിക്കണം. ഗ്രാമസഭയുടെ പ്രാധാന്യം ഊന്നി പറയുകയും അതിനെ നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ ആൾരൂപമായി വിളിക്കുകയും ചെയ്തത് ആരാണ്? LM സിംഗ്വിയാണ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ചോദ്യമായിട്ട് വന്നാൽ ഉപയോഗപ്പെടും. ഇവിടെ ഓർത്തു വെക്കുക, 1986 രാജീവ് ഗാന്ധിയാണ് നിർദ്ദേശിച്ചത് ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞ സമിതി വില്ലേജുകൾക്കായിട്ടൊരു ന്യായ് പഞ്ചായത്ത് വന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, പിരിച്ചുവിടൽ, അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവാദങ്ങൾ തീർപ്പാക്കുന്നതിന് ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? LM സിംഗ്വി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ എന്തുണ്ടാവണം? ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഉണ്ടാവണം എന്നാരാണ് പറഞ്ഞത്? അത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മറ്റൊരു കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. ഈ GVK റാവു കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കുമായിട്ടാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത്. അതിനു വേണ്ടിയിട്ടൊരു ഭരണ സംവിധാന അവലോകനം ചെയ്യുന്ന കമ്മിറ്റിയായിട്ടാണ് GVK റാവു കമ്മിറ്റി വന്നത്. 1985 ആസൂത്രണ കമ്മീഷനാണ് റാവു കമ്മിറ്റി നിയമിച്ചത്. ഇത് ആരാണ് നിയമിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, 1985 ആസൂത്രണ കമ്മീഷനാണ് എന്തുകൊണ്ടുവന്നത്? പ്ലാനിംഗ് കമ്മീഷനാണ് GVK റാവു കമ്മിറ്റി കൊണ്ടുവന്നത്. ഗ്രാമവികസനത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതായിരുന്നു. ജില്ലാതല ബോഡി, അതായത് ജില്ലാ പരിഷത്ത് ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതിയിൽ സുപ്രധാന പ്രാധാന്യമുള്ളതായി മാറി. അപ്പോൾ ജില്ലാ പരിഷത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമവികസന പരിപാടികളുടെ ആസൂത്രണം, നടപ്പിലാക്കൽ, നിരീക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലയിലും താഴെത്തട്ടിലുമുള്ള പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് നൽകണമെന്ന് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിൽ ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാതല
ആസൂത്രണ യൂണിറ്റുകളിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അതായത് ജില്ലകൾക്ക് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ജില്ലകളിലേക്ക് ജില്ലാ ആസൂത്രണ സമിതികളിലേക്ക് മാറ്റണം എന്നാര് പറയുന്നുണ്ട്? ഈ പറയുന്ന GVK റാവു കമ്മിറ്റി പറയുന്നുണ്ട്. ദെൻ ജില്ലാ വികസന കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിക്കണം. അപ്പോൾ ഒരു പുതിയ കമ്മീഷണർ ഉണ്ടാവണം, ജില്ലാ വികസന കമ്മീഷണർ. ദെൻ ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുകയും ജില്ലാ തലത്തിൽ എല്ലാ വികസന വകുപ്പുകളുടെയും ചുമതല വഹിക്കുകയും വേണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. ജില്ലാ വികസന കമ്മീഷണറുടെ ഒരു പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഈ പറയുന്ന GVK റാവു കമ്മിറ്റിയാണ്. അങ്ങനെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പതിവായിട്ട് നടത്തണം. 11 സംസ്ഥാനങ്ങളിൽ ഒന്നോ അതിലധികമോ ശ്രേണികളിലേക്ക് തിരഞ്ഞെടുപ്പ് കാലഹരണപ്പെട്ടതായിട്ടും അദ്ദേഹം കണ്ടെത്തി. അതായത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വെറുതെ ഓരോരോരോ ശ്രേണികളായിട്ട് പല ശ്രേണികളായിട്ട് കൊണ്ടുവരുന്നത് 11 സംസ്ഥാനങ്ങൾക്ക് നന്നല്ല. അപ്പം അങ്ങനെ നന്നല്ല എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? ഈ പറയുന്ന GVK റാവു കമ്മിറ്റിയാണെന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. അവസാനം ഗാഡ്ഗിൽ കമ്മിറ്റി കൂടി ഒന്ന് ഓർക്കുക. 1988 കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നതാണ് VN ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി കൊണ്ടുവന്ന ആരാണ്? അത് കോൺഗ്രസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 1988 അതും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ്. അപ്പോൾ ഭരണഘടനാ പദവി വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം സ്വിംഗി നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു, PK തുങ്കം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗാഡ്ഗിൽ കമ്മിറ്റി പഠിച്ചപ്പോൾ അവിടെയും പറഞ്ഞു ഭരണഘടനാ പദവി കൊണ്ടുവരണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു. ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകളിലേക്കുള്ള എന്തുണ്ടാവണം? പഞ്ചായത്ത് രാജിന്റെ ത്രിതല സംവിധാനമാണ് പറഞ്ഞത്. 3 തലങ്ങൾ ഉണ്ടാവണം. അത് ഗ്രാമം, ബ്ലോക്ക്, ജില്ല എന്നിങ്ങനെ 3 തലങ്ങൾ ഉണ്ടാവണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തണമെന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. 5 വർഷമായിട്ട് കാലാവധി നിജപ്പെടുത്തണമെന്ന് പറഞ്ഞത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ദെൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമായിട്ട് ചുരുക്കണം, നിജപ്പെടുത്തണം. ദെൻ 3 തലങ്ങളിലുള്ള പഞ്ചായത്ത് രാജിലെ അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കണം. കണ്ടോ, ഡയറക്റ്റ് ഇലക്ഷൻ. അത് നമ്മൾ ബൽവന്ത് റായിലും കണ്ടു. നേരിട്ട് ഇലക്ഷൻ കൊണ്ടുവരണം, ഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ടുവരണം. SC ST സ്ത്രീകൾ എന്നിവർക്ക് സംവരണം വേണം. കണ്ടോ കിടക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ SC ST സ്ത്രീകൾ എന്നിവയ്ക്ക് എന്ത് വേണം? സംവരണം കൊണ്ടുവരണം, സംവരണ സീറ്റുകൾ കൊണ്ടുവരണം. നികുതിയും തീരുവയും ഈടാക്കുവാനും പിരിക്കുവാനും ഉചിതമായി ഈടാക്കുവാനും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് അധികാരം വേണം. കണ്ടോ, നികുതി പിരിക്കുവാൻ അധികാരം കൊടുക്കണം പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് സ്വന്തം നിലയിൽ നികുതി പിരിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പഞ്ചായത്തുകളുടെ ധനവിനിയോഗത്തിനായിട്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വേണം. 243 I അല്ലെ, 240 I K ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്താ പറയുന്നേ? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വേണം. പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണം എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ ഇതെല്ലാം പോയിന്റുകളാണ്. ഇതെല്ലാം വളരെ ഗാഡ്ഗിൽ കമ്മിറ്റി മുഴുവൻ നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നന്നായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി പഠിച്ചു വെച്ചേക്കുക. അവസാനമായിട്ട് ഈ വർഷങ്ങളൊന്നും നോക്കിയടാ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ദെൻ PK തുങ്കനാണെങ്കിൽ 1988, അശോക് മേത്ത 1977, LM സിംഗ് 1986, GVK റാവു 1985, ഗാഡ്ഗിൽ 1988, ഹനുമന്തയ്യ കമ്മിറ്റി. കണ്ടോ, ഹനുമന്തയ്യ 1983, സന്താനം കമ്മിറ്റി 1963, സാദിഖ് അലി കമ്മിറ്റി 1964, GL വ്യാസ് കമ്മിറ്റി 1974. ഇത്രയും വർഷങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെച്ചാൽ ഈ ഭാഗത്ത് നിന്നുള്ള മാർക്കുകളെല്ലാം സുഖമായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ മക്കളെ, ഈ ദിവസം പഠനം നിർത്തണ്ട, നന്നായിട്ട് പഠിക്കുക. 26-ാം തീയതി മാരത്തൺ ഓർക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് വരാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ 4 മണി മുതൽ അടിപൊളിയായിട്ട് നമുക്ക് മാരത്തണിലും കാണാം. എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.